നമസ്കാരം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഫുഡാണ് കഴിക്കാതിരിക്കേണ്ടത്? മിക്ക ആൾക്കാരും പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതൊക്കെ ഫുഡ് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഏതൊക്കെ ഫുഡ് കഴിക്കാതിരിക്കണം, ഇതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. വർക്കൗട്ടിന് ശേഷം എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കാതിരിക്കുക. ഇനി ആരെങ്കിലും നിർബന്ധിച്ചാൽ തന്നെ നോ എന്ന് പറയാൻ പഠിക്കുക, തറപ്പിച്ച് പറയുക, കഴിക്കാതിരിക്കുക. അഥവാ കഴിച്ചാൽ ശരീരത്തിൻ്റെ ഭാരം കൂടും, അതേപോലെ ദഹനശേഷി കുറയും, കൊഴുപ്പ് കൂടും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇത്രയും നേരം വർക്കൗട്ട് ചെയ്തത് വെറുതെയാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കഴിക്കാതിരിക്കുക. വർക്കൗട്ടിന് ശേഷം പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഫുഡും കഴിക്കാതിരിക്കുക, ടച്ച് ചെയ്യാതിരിക്കുക. അഥവാ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ പ്രവർത്തന ശേഷിക്ക് തന്നെ ഭയങ്കരമായിട്ട് മാരകമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കഴിക്കാതിരിക്കുക. വർക്കൗട്ടിന് ശേഷം ഓവർ കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഒരു തരത്തിലുള്ള ഫുഡും ടച്ച് ചെയ്യരുത്. ഇനി ആരെങ്കിലും തരുവാണെങ്കിൽ നോന്ന് തന്നെ ക്ലിയർ ആയിട്ട് പറയണം, എനിക്കിത് വേണ്ട. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിലവിലുള്ള എല്ലാ പോഷകങ്ങളും കൺവേർട്ടായിട്ട് ഫാറ്റായിട്ട് മാറും. ഫാറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു പൊണ്ണത്തടിയിലാവും. അപ്പം നമുക്ക് ജിമ്മിൽ പോയതിനു ശേഷം കിട്ടുക എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു പൊണ്ണത്തടിയിലായി മാറും. അതേപോലെ നമ്മുടെ ടൈം വേസ്റ്റ്, മണി വേസ്റ്റ്, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു യൂസും ഇല്ലാതാവും. അതുകൊണ്ട് 3-4 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു നല്ലൊരു ബോഡി ബിൽഡർ ആകാൻ പറ്റും. താങ്ക് യു.